ഇതാണ് നല്ല ബ്രീഡ് കുട്ടികളെ വിറ്റാണ് മെയിനായിട്ട് മുഖ്യമായിട്ട് വരുമാനം കിട്ടുന്നത്. ഞാൻ തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ബ്രീഡുകളാണ്. ബീറ്റലിൻ്റെയും പർപ്പസാരിയുടെയും ഒരു മിക്സായിട്ട് തന്നെ ഒരു മുട്ടനാടാണ്. അത് ഞാൻ വളർത്തിയെടുത്ത ആടുകളിൽ ഒരുവിധം വളർച്ചയും നല്ല ആരോഗ്യവും പൊക്കവും തൂക്കവും ഉള്ള ഒരാടാണ്. എൻ്റെ പേര് പുഷ്പജൻ. ഞാൻ ഈ ഫാം തുടങ്ങിയിട്ട് ആടിൻ്റെ ഈ ഉത്തരേന്ത്യൻ ബ്രീഡുകളും മറുനാടൻ ബ്രീഡുകളൊക്കെ വളർത്തി തുടങ്ങിയിട്ട് ഏതാണ്ട് 2000 തൊട്ട് വളർത്തുന്നതാണ്. ഈ മറുനാടൻ ആടുകൾ വരുമ്പോൾ ഇല്ലാത്ത അസുഖങ്ങൾ വന്ന് അത് എല്ലാത്തിനും പിടിച്ച് പലതരത്തിലും അവരെ സാമ്പത്തിക നഷ്ടത്തിന് ഉപരി മനസ്സ് ആകെ മരവിച്ച് പോണ അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ ആടിൻ്റെ ഫാമുകൾ, ഹൈടെക് ഫാമുകളെല്ലാം തന്നെ മിക്കതും നിന്ന് പോയത്. ഇവിടെ ഇപ്പോൾ 4 ബ്രീഡുകളുണ്ട്. സിരോഗിയുണ്ട്, ഷെയറാ ബീറ്റലുണ്ട്, ബീറ്റലിൻ്റെ ഉണ്ട്, പർപ്പസാരി ഉണ്ട്, പിന്നെ മറ്റ് സങ്കരയിനങ്ങളും ഉണ്ട്. ഒരു നല്ല രീതിയിലുള്ള ഫാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നൊരു വരുമാനം ഈ ബ്രീഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ ഉണ്ട്. നല്ല ബ്രീഡ് മുട്ടന്മാരുണ്ടെങ്കിൽ, വിത്ത് മുട്ടനാടുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്തും നമുക്ക് പൈസ വരുമാനം കിട്ടും. പിന്നെ പാലിൻ്റെ വരുമാനം കിട്ടും. പിന്നെ ഇപ്പോൾ അതിൻ്റെ ആടിൻ്റെ കാഷ്ടത്തിന് നല്ല ഡിമാൻഡുണ്ട്. നല്ല ബ്രീഡ് കുട്ടികളെ വിറ്റാണ് മെയിനായിട്ട് മുഖ്യമായിട്ട് വരുമാനം കിട്ടുന്നത്. ഉദാഹരണത്തിന് ഒരു 15 നല്ല ബ്രീഡ് പെണ്ണാടിനെ വളർത്തുകയാണെങ്കിൽ ആ 15 ആട് 1.5 വർഷത്തിൽ 2 പ്രസവം കിട്ടും. അപ്പോൾ 30-60 കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്യും. അത് നല്ല കുട്ടികളാണെങ്കിൽ 8 മാസം കഴിയുമ്പോൾ 15,000 രൂപ തൊട്ട് 20-25 രൂപ വരെയും കിട്ടുന്ന കുട്ടികളുണ്ടാവും. ആദ്യം ഇവിടെ ജമുനാപ്പേരിയാണ് കൊണ്ടുവന്നത്. ജമുനാപ്പേരി ആട് നല്ല ആടാണ്. പക്ഷേ അതിന് ചില മറ്റ് ആടുകളെ സങ്കരനം മറ്റാടുകളെ അപേക്ഷിച്ച് റിസിസ്റ്റിംഗ് പവർ, പ്രതിരോധ ശക്തിയിൽ ഇച്ചിരി കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. എപ്പോഴും നല്ലത് ഉത്തരേന്ത്യൻ ബ്രീഡിലെ തന്നെ മിക്സായിട്ടുള്ള ആടുകളാണ്. പർപ്പസാരി, സിരോഗി അതുപോലെയുള്ള സങ്കരൻ ആടുകളാണ് നല്ലത്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ബ്രീഡ് ചെയ്തുകൊണ്ടാണല്ലോ പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കാറുണ്ട്. കർഷകർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ഉള്ളതനുസരിച്ച് പുറമേ നിന്ന് കളക്ട് ചെയ്തൊന്നും കൊടുക്കാറില്ല. ഇവിടെ ഉണ്ടാകുന്ന ആടുകൾ നമ്മൾ കൊടുക്കും. മലബാറി ആടും ഉത്തരേന്ത്യ ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാലേ, മലബാറി ആട് ഒരു മാക്സിമം ഒരു 40 കിലോ 35 കിലോ തൂക്കാൻ വരുള്ളൂ. ഉത്തരേന്ത്യൻ ആട് എന്ന് പറയുമ്പോൾ 90 കിലോ തൊട്ട് 150 അത്രയും കിലോ തൂക്കം വരും. അപ്പോൾ അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച് അതിന് ഭക്ഷണം നമ്മൾ കൊടുക്കണം. ബ്രീഡ് തന്നെ 3-4 വളർത്തുന്ന വീട്ടുകാർ കൊണ്ടുപോയി 3-4 വളർത്തുകയാണെങ്കിൽ അതിന് കൂടുതൽ പാല് കിട്ടും. അത് സ്വാഭാവിക. ആടിനെ ബാധിക്കുന്ന മെയിനായിട്ടുള്ള അസുഖങ്ങൾ PPR അതുപോലെയുള്ള അസുഖങ്ങളുണ്ട്. അതൊന്നും സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ വരാറില്ല. ഈ പുറമെ നിന്നും മറ്റ് ഫാമുകളിൽ നിന്നൊക്കെ കൂടുതൽ ആടുകൾ, അതായത് പഞ്ചായത്ത് മുഖാന്തരമൊക്കെ ആട് വിതരണം ചെയ്യുമ്പോൾ 200 ആടിനെ കൊണ്ടുവരുമ്പോൾ ഒരെണ്ണത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും അത് കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ അത് ഈ വിതരണം ചെയ്ത് കഴിയുമ്പോൾ അത് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രീതിയിലുള്ള ആടുകളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആട് നിലവിൽ വളർത്തുന്ന ആൾക്കാർക്ക് സഹായം കൊടുക്കുക. അല്ലാണ്ട് അതിന് പിന്നെ ഒരു നിബന്ധന വയ്ക്കാൻ പാടില്ല. അപ്പോൾ 50 ആട് വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ 25 ആട് വളർത്തുന്നവർക്ക് ഇത്ര രൂപ സഹായം കൊടുക്കുക. അതിന് പിന്നെ ഈ 1 ഏക്കർ സ്ഥലം വേണം, അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലം വേണം, അതിന് പാട്ടക്കരാറ് വേണം എന്നുള്ള നിബന്ധനകൾ വയ്ക്കുമ്പോൾ യഥാർത്ഥ കർഷകർ ഒഴിവാക്കപ്പെടും. കാരണം ഒരു മൃഗങ്ങളെ വളർത്തുന്ന ആൾക്ക് ഒരുവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു അസുഖങ്ങൾ വരുമ്പോൾ അവരെ സംബന്ധിച്ചോളം അത് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മാനസികമായിട്ട് ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല. അപ്പോൾ ഈ ശരിയായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനും അത് ഡയഗ്നോസ് ചെയ്ത് അങ്ങനെ മരുന്ന് കൊടുക്കുവാനും അതൊക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ നമുക്ക് വേണം.